ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളം 5ാം നാൾ പോളിംഗ് ബൂത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാറ്റുകൂട്ടാൻ ദേശീയ നേതാക്കൾ രംഗത്ത്. എൻഡിഎയ്ക്കായി പ്രധാനമന്ത്രിയും ബിജെപി നേതാവുമായ നരേന്ദ്രമോദി തിരുവല്ലയിലും തിരുവനന്തപുരത്തും, യുഡിഎഫിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആലപ്പുഴയിലും എറണാകുളത്തും പ്രചാരണത്തിനെത്തി. കോട്ടയത്ത് എൽഡിഎഫിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകി സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. വോട്ടർമാർക്ക് ഇസിഐ നെറ്റ് പ്ലാറ്റ്ഫോം വഴി സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്തുടനീളം LPG ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഇന്നു മുതൽ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വേനൽ ചൂട് ഉയരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 163 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ പ്രചാരണ പരിപാടികൾ ഊർജിതം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 ദിവസം ശേഷിക്കെ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ മുന്നണികൾ പ്രചാരണം ശക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വാശിയേറിയ പ്രചാരണം തലസ്ഥാന ജില്ലയിൽ പുരോഗമിക്കുന്നു. വിവിധ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി അല്പം മുൻപ് തിരുവനന്തപുരത്തെത്തി. NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കിള്ളിപ്പാലം മുതൽ കരമന വരെ ശ്രീ മോദിയുടെ റോഡ് ഷോ ഉടൻ ആരംഭിക്കും. റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് നഗരത്തിലെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന ശ്രീ നരേന്ദ്രമോദി അതിനുശേഷം ഡൽഹിക്ക് തിരിച്ചുപോകും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDAയുടെ പ്രചാരണ പരിപാടികൾക്കായി പത്തനംതിട്ടയിലെ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ മണ്ഡലങ്ങളിലെ 11 സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. UDFനായി തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമർഗ, LDFനായി ആനി രാജ തുടങ്ങിയവർ നാളെ ജില്ലയിലെത്തും. ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. UDFന്റെ പ്രചാരണാർത്ഥം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ജില്ലയിലെത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ കാവുങ്കൽ ക്ഷേത്ര മൈതാനത്താണ് രാഹുൽ ഗാന്ധി എത്തിയത്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. CPM വിട്ട് അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ മന്ത്രി G. സുധാകരൻ രാഹുൽ ഗാന്ധിക്കൊപ്പം വേദി പങ്കിട്ടു. ജില്ലയിൽ NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാൻ തിങ്കളാഴ്ച ഹരിപ്പാട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തും. ചെങ്ങന്നൂരിൽ ഇതിനകം കേന്ദ്രമന്ത്രിമാരടക്കം ദേശീയ നേതാക്കൾ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി വീടുകൾ കയറിയിറങ്ങി. LDFന്റെ സ്ഥാനാർത്ഥികൾ കുടുംബയോഗങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകളും തുടരുകയാണ്. LDFനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ധർമ്മട മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. രാവിലെ കണ്ണൂർ മുഴപ്പിലങ്ങാടി പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച പ്രചാരണ പരിപാടി തുടരുകയാണ്. നാളെയും ധർമ്മട മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടന്ന പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്തു. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ നിർമ്മല സീതാരാമൻ പെരുമ്പാവൂരിൽ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനെത്തി. ജില്ലയിൽ LDF സ്ഥാനാർത്ഥികൾക്കായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് വാർത്താ സമ്മേളനവും നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി BJP മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. നാളെ രാവിലെ ബേപ്പൂരിൽ NDAയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കും. വൈകിട്ട് കുന്നത്തുനാട് കാട്ടാക്കടയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ശ്രീ അമിത്ഷാ പ്രവാസി പ്രവർത്തക സംഗമത്തിലും സംബന്ധിക്കും. തൃശൂരിൽ പ്രമുഖ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ഊർജിതമാക്കി. NDAയ്ക്കായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി കിരൺ റിജിജുവും ജില്ലയിൽ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. നാളെ ഇരിഞ്ഞാലക്കുടയിലും കൊടുങ്ങല്ലൂരും നടക്കുന്ന പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ചേലക്കരയിലെ പ്രചാരണത്തിൽ കേന്ദ്ര സഹമന്ത്രി കിരൺ റിജിജു സംബന്ധിച്ചു. UDFന്റെ പ്രചാരണ പരിപാടികൾക്ക് ആവേശം പകരുന്നതിനായി രാഹുൽ ഗാന്ധി നാളെ ജില്ലയിലെത്തും. KPCC മുൻ അധ്യക്ഷൻ G. സുധാകരൻ ജില്ലയിലെ പ്രചാരണ പരിപാടികളിൽ സജീവമായിരുന്നു. LDFനായി ദേശീയ നേതാക്കളായ വൃന്ദ കാരാട്ടും M.A. ബേബിയും ഇന്നലെ മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കാൻ വോട്ടർമാർക്ക് ECI നെറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത, ക്രിമിനൽ പശ്ചാത്തലം, ആസ്തി ബാധ്യതകൾ, സമൂഹമാധ്യമ അക്കൌണ്ടുകൾ എന്നിവ ECI നെറ്റ് പ്ലാറ്റ്ഫോമിലെ നോ യുവർ കാൻഡിഡേറ്റ്സ് എന്ന മൊഡ്യൂളിലൂടെ വോട്ടർമാർക്ക് പരിശോധിക്കാം. കൂടാതെ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പൂർണ്ണരൂപവും ഇതിലൂടെ ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലായി ആകെ 1955 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇടുക്കിയിൽ ദേവികുളം മണ്ഡലത്തിലെ മൊബൈൽ ടവറുകളുടെ പ്രവർത്തനം പരിമിതമായ ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ഏകോപിപ്പിക്കാൻ ഇത്തവണ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കും. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റേതാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ദേവികുളം മണ്ഡലത്തിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത 4 ബൂത്തുകളിലാണ് സാറ്റലൈറ്റ് ഫോണുകൾ എത്തിക്കുന്നത്. ഇടമലക്കുടി പഞ്ചായത്തിലെ പരപ്പയാർ EDC സെന്റർ, മുളകുതറ കമ്മ്യൂണിറ്റി ഹാൾ, മൂന്നാർ തെന്മല എസ്റ്റേറ്റ് ക്രഷ്, മാങ്കുളം ആനക്കുളം സെന്റ് ജോസഫ് സ്കൂള് എന്നീ ബൂത്തുകളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. വരണാധികാരികളുമായി ബന്ധപ്പെടുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ് ഈ സംവിധാനം. കോട്ടയം ജില്ലയിൽ വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 4:30 താഴത്തങ്ങാടിയിൽ ജലമേള നടത്തും. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന വേനൽ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പരിഭ്രാന്തരായി പെട്രോളും ഡീസലും വാങ്ങുന്നതും LPG ബുക്ക് ചെയ്യുന്നതും ഒഴിവാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. PNG, ഇൻഡക്ഷൻ പോലുള്ള ഇതര മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം കപ്പൽ നീക്കങ്ങൾ, ഇന്ത്യൻ നാവികരുടെ സുരക്ഷ എന്നിവ നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായി തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ 5 ഇന്ത്യൻ പൌരന്മാരിൽ 4 പേർ ആശുപത്രി വിട്ടതായും മന്ത്രാലയം അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 163 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 14 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 121 റൺസ് എന്ന നിലയിലാണ്. രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടും. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന് എറണാകുളം CJM കോടതി ജാമ്യം നിഷേധിച്ചു. രഞ്ജിത്തിനെ തിങ്കളാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യാപേക്ഷ ഇനി ചൊവ്വാഴ്ച പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഉടനുണ്ടാകും. തിരുവനന്തപുരത്ത് ശ്രീകാര്യം കഴക്കൂട്ടം NH PWD റോഡിൽ മറ്റന്നാൾ മുതൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ രാത്രി സമയങ്ങളിൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതത്തിന് ഭാഗിക തടസ്സമുണ്ടാകുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം പുതുതലമുറയിലേക്ക് എത്തിക്കാൻ നൂതനമായ ചുവടുവയ്പുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ജൻ ഇസഡ് റാപ്പ് ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറും ജില്ലാ കളക്ടർ അനുകുമാരിയും റാപ്പ് പാട്ടിന്റെ താളത്തിനൊപ്പം ചുവടുകൾ വെച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം 5ാം നാൾ പോളിംഗ് ബൂത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാറ്റുകൂട്ടാൻ ദേശീയ നേതാക്കൾ രംഗത്ത്. NDAയ്ക്കായി പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി തിരുവല്ലയിലും തിരുവനന്തപുരത്തും, UDFനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആലപ്പുഴയിലും എറണാകുളത്തും പ്രചാരണത്തിനെത്തി. കോട്ടയത്ത് LDFന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകി CPM ജനറൽ സെക്രട്ടറി MA ബേബി. വോട്ടർമാർക്ക് ECI നെറ്റ് പ്ലാറ്റ്ഫോം വഴി സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്തുടനീളം LPG ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഇന്നു മുതൽ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വേനൽ ചൂട് ഉയരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 163 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.